വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതായിരുന്നു ഈജിപ്ത്. ഇന്നത്തെ റാഷീദ് അതായത് റൊസേട്ട എന്നറിയപ്പെടുന്ന പട്ടണത്തിൽ നിന്നായിരുന്നു ആ ലിഖിതം ലഭിച്ചത്. അങ്ങനെ ഈജിപ്ഷ്യോളജി എന്നൊരു പുതിയ പഠനശാഖ തന്നെ നിലവിൽ വരികയാണ്. നാമർ പാലറ്റ്സ് എന്നറിയപ്പെടുന്ന ലിഖിതങ്ങളിൽ നിന്ന് ഇതിന്റെ വ്യക്തമായ തെളിവുകളും ചരിത്രങ്ങളും പുതിയ ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ജനങ്ങൾ ധാന്യങ്ങൾ, പശുക്കൾ, തുണി, വെള്ളി തുടങ്ങിയവയായിരുന്നു നികുതിയായിട്ട് നൽകിയിരുന്നത്. ഏതാണ്ട് 6000-ലധികം വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ് ഇതെല്ലാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്രത്തോളം അത്ഭുതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 20 വർഷത്തോളം സമയമെടുത്ത് 1 ലക്ഷത്തോളം തൊഴിലാളികൾ ചേർന്നിട്ടായിരിക്കാം ഗിസ പിരമിഡ് നിർമ്മിച്ചിട്ടുണ്ടാവുക. 23 ലക്ഷം ചുണ്ണാമ്പ് കല്ലുകളാണ് ഗിസ പിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം 1789-നും 99-നും ഇടയിൽ ഫ്രാൻസിൽ രാജഭരണത്തിനെതിരായി ജനാധിപത്യം, സ്വാതന്ത്ര്യം, തുല്യത എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയം. ഈ പ്രക്ഷോഭങ്ങൾക്ക് പറഞ്ഞിരുന്ന പേരാണ് ഫ്രഞ്ച് റവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ രാജവാഴ്ച അവസാനിക്കുകയും 1792-ൽ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായിട്ട് മാറുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ നേതാവും മിലിറ്ററി തലവനുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കീഴിൽ ഒരു റിപ്പബ്ലിക് ഭരണകൂടം ഫ്രാൻസിൽ നിലവിൽ വരികയാണ്. അപ്പോഴും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജവാഴ്ച തന്നെ നിലനിൽക്കുന്ന സമയമായിരുന്നു. അതിനാൽ തന്നെ ഫ്രാൻസിൽ ഉണ്ടായതുപോലുള്ള പ്രക്ഷോഭങ്ങൾ തങ്ങളുടെ രാജ്യത്ത് ഉണ്ടായേക്കാമെന്ന് അവിടുത്തെ ഭരണാധികാരികൾ ഭയപ്പെട്ടിരുന്ന ഒരു സമയം പോലുമായിരുന്നു. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെയും രാജഭരണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 1792-ൽ ഫ്രാൻസ് ഓസ്ട്രിയയെ ആക്രമിക്കുന്നത്. ഫ്രാൻസിന്റെ ഈ നടപടി കൂടി ആയപ്പോൾ യൂറോപ്പ് ആകെ അശാന്തമായി. വാർ ഓഫ് ദി ഫസ്റ്റ് കോയിലേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഫ്രാൻസിന്റെ പ്രധാന എതിരാളിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടൻ. എന്നാൽ താരതമ്യേന വലിയ സൈനിക ശക്തിയായിരുന്ന ബ്രിട്ടനെ നേരിട്ട് എതിർക്കാൻ ഫ്രാൻസിന് കഴിയുമായിരുന്നില്ല. ഈ സമയത്തുണ്ടായിരുന്ന ബ്രിട്ടൻ എന്ന രാജ്യത്തിനും അതിൻ്റെ കോളനി പ്രദേശങ്ങളായിരുന്ന ഇന്ത്യക്കും മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു സുപ്രധാന പ്രദേശം ഉണ്ടായിരുന്നു. വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതായിരുന്നു ഈജിപ്ത്. ബ്രിട്ടനിലേക്കുള്ള പ്രധാന വ്യാപാര പാതയുടെ കണ്ണിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശവുമായിരുന്നു ഇത്. അതിനാൽ തന്നെ നേരിട്ട് ബ്രിട്ടനെ ആക്രമിക്കാതെ ബ്രിട്ടന്റെ ശക്തി തകർക്കാൻ 1798-ൽ ഫ്രാൻസ് ഈജിപ്തിനെ ആക്രമിക്കുകയാണ്. ബ്രിട്ടന്റെ പ്രധാന വ്യാപാര പാതയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ സൂര്യനസ്തമിക്കാത്ത ആ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാമെന്നുള്ള ചിന്തയായിരുന്നു അന്നത്തെ സമയത്ത് ഫ്രാൻസിനും നെപ്പോളിയൻ ബോണപ്പാർട്ടിനും ഉണ്ടായിരുന്നത്. ആ സമയത്ത് 1799-ൽ ഈജിപ്തിലേക്കുള്ള ഫ്രാൻസിന്റെ സൈനിക മുന്നേറ്റങ്ങളുടെ സമയത്ത് ഫ്രഞ്ച് സൈനികർക്ക് ഒരു പുരാതന ലിഖിതം ലഭിച്ചു. ഇന്നത്തെ റാഷീദ് അതായത് റൊസേട്ട എന്നറിയപ്പെടുന്ന പട്ടണത്തിൽ നിന്നായിരുന്നു ആ ലിഖിതം ലഭിച്ചത്. റൊസേട്ട സ്റ്റോൺ എന്നാണ് ആ ലിഖിതം ഇന്നും അറിയപ്പെടുന്നത്. ഇതിൽ ഗ്രീക്ക്, ഡെമോട്ടിക്, ഹൈറോഗ്ലിഫിക് എന്നീ 3 ലിപികളിലുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നു. ഗ്രീക്ക് ഭാഷ അറിയാവുന്നത് കൊണ്ട് തന്നെ അതുപയോഗിച്ച് ഈജിപ്ഷ്യൻ ലിപിയായ ഹൈറോഗ്ലിഫിക് വായിച്ചെടുക്കാൻ ഗവേഷകർക്ക് കഴിയാണ്. അങ്ങനെ പുരാതനമായ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള നിഗൂഢമായ അറിവുകൾ ലോകത്തിന് ലഭിക്കാൻ തുടങ്ങുന്നു. ഈ സംഭവത്തിന് ശേഷം നെപ്പോളിയൻ ഈജിപ്തിലേക്ക് ധാരാളം ഗവേഷകരെ കൊണ്ടുവരികയും മൺമറഞ്ഞൊരു സംസ്കാരത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ചികഞ്ഞെടുക്കാൻ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഈജിപ്ഷ്യോളജി എന്നൊരു പുതിയ പഠനശാഖ തന്നെ നിലവിൽ വരികയാണ്. 6000 BC-യിൽ കൃഷി വ്യാപകമായി ആരംഭിച്ചതിന് ശേഷം ആഫ്രിക്കയുടെ വടക്ക് കിഴക്കൻ മരുഭൂമി പ്രദേശങ്ങളിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളരാൻ തുടങ്ങിയത്. പക്ഷേ 8000 BC, അതായത് ഇന്നേക്ക് 10000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ പ്രദേശത്ത് കൃഷി ആരംഭിച്ചതിനുള്ള തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എല്ലാ നദീതട സംസ്കാരങ്ങളെയും പോലെ തന്നെ നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരവും വളർന്നു വന്നത്. നൈൽ എന്നറിയപ്പെടുന്ന നദിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രം. മഴക്കാലങ്ങളിൽ കര കവിഞ്ഞൊഴുകുന്ന ഈ നദിയുടെ തീരത്ത് ധാരാളമായി ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണുകൾ നിക്ഷേപിക്കപ്പെടും. ഇങ്ങനെ ഫലഭൂഷ്ടമായ നദിക്കരയിൽ ഈജിപ്ഷ്യൻ ജനത ബാർലി, ഗോതമ്പ് എന്നിവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. BCE 500-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ചരിത്രകാരനായിരുന്ന ഹെറോഡോട്ടസ് ഈജിപ്തിനെ വിശേഷിപ്പിച്ചത് നൈൽ നദിയുടെ സമ്മാനം എന്നുകൂടിയായിരുന്നു. നൈൽ ഈജിപ്തിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് ഒഴുകി വടക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്ന ഒരു നദിയാണ്. തെക്ക് ഭാഗത്തെ അപ്പർ ഈജിപ്ത് എന്നും വടക്ക് ഭാഗത്തെ ലോവർ ഈജിപ്ത് എന്നുമാണ് പറയുന്നത്. അതായത് നദി ഉദ്ഭവിക്കുന്ന പ്രദേശമാണ് ഉയർന്ന പ്രദേശം, അതായത് തെക്ക് ഭാഗം. ഇത് തന്നെയാണ് അപ്പർ പാർട്ട്. ഇവിടെ നിന്ന് താഴ്ന്ന പ്രദേശമായ ലോവർ പാർട്ട്, അതായത് വടക്ക് ഭാഗത്തേക്കാണ് നൈൽ നദി ഒഴുകുന്നത്. അപ്പർ ഈജിപ്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു തെബീസ്. ലോവർ ഈജിപ്തിലാണെങ്കിൽ പ്രധാനപ്പെട്ട നഗരം മെംഫിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതേ അപ്പർ ഈജിപ്തിനെ വാലി ഓഫ് കിങ്സ് ആൻഡ് ക്വീൻസ്, അതായത് രാജാക്കന്മാർ
രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും താഴ്വര എന്നും വിളിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഫറവോമാർ എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം അടക്കം ചെയ്തിരുന്ന ശവക്കല്ലറകൾ പിൽക്കാലത്ത് നമുക്ക് ലഭിച്ചത് ഇവിടെ നിന്നുമായിരുന്നു. പക്ഷേ അവയൊന്നും പിരമിഡ് ആകൃതിയിലുള്ള ശവക്കല്ലറകൾ ആയിരുന്നില്ല. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്നിരുന്നാലും ഇവയും വളരെ സജ്ജീകരിച്ച കല്ലറകൾ തന്നെയായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഒരുപക്ഷെ ടൂട്ടൻഖാമുന്റെ ശവക്കല്ലറകളെ പറ്റി നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അവയെല്ലാം ന്യൂ കിങ്ഡം, അതായത് പുതിയ രാജവംശങ്ങൾ നിലവിൽ വന്ന കാലഘട്ടത്തിലുള്ള കല്ലറകളായിരുന്നു. മനസ്സിലാക്കേണ്ടത് പിരമിഡുകൾ ഓൾഡ് കിങ്ഡം, അതായത് ഈജിപ്തിലെ ആദ്യകാല രാജവംശങ്ങളുടെ കാലത്ത് പണി കഴിപ്പിച്ചവ മാത്രമായിരുന്നു. എല്ലാ ഫറവോമാരുടെയും ശവകുടീരങ്ങൾ പിരമിഡുകളായിരുന്നില്ല എന്ന സത്യമാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് ഈ പഴയ രാജവംശം, അല്ലെങ്കിൽ ഓൾഡ് കിങ്ഡം, അല്ലെങ്കിൽ ന്യൂ കിങ്ഡം എന്താണ് എന്നെല്ലാമുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ആർക്കും തോന്നിയേക്കാം. അതറിയണമെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഈജിപ്ഷ്യൻ കാലഘട്ടത്തെ പഠനാവശ്യത്തിന് വേണ്ടി നമ്മൾ ആധുനിക മനുഷ്യരെന്ന് നമ്മൾ വിളിക്കുന്ന നമ്മൾ തന്നെ 4 പ്രധാന കാലഘട്ടങ്ങളായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് ആണ്. 2 ഓൾഡ് കിങ്ഡം, 3 മിഡിൽ കിങ്ഡം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ്. 4ാമത്തേത് നോക്കുകയാണെങ്കിൽ ന്യൂ കിങ്ഡം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നൈൽ നദീതടത്തിൽ മനുഷ്യൻ ആദ്യ കാലഘട്ടങ്ങളിൽ കൃഷി ആരംഭിച്ചിരുന്നു. പതിയെ പതിയെ കൃഷിയിലൂടെ വളർന്നു വന്ന ആ സംസ്കാരത്തിൽ രാജാക്കന്മാർ ഉദയം ചെയ്യുന്നതും പിന്നെയും 3000ഓളം വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അതായത് BCE 3000 കൂടിയായിരുന്നു അവിടങ്ങളിൽ രാജവംശങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. മുകളിൽ പറഞ്ഞതുപോലെ ഫറവോ എന്നായിരുന്നു ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. ആദ്യ സമയങ്ങളിൽ ഈജിപ്തുകാർ മണ്ണ് കുഴിച്ചെടുത്ത് ഇഷ്ടികകൾ നിർമ്മിക്കാനും വീടുകൾ നിർമ്മിക്കാനും പഠിച്ചു. അത് കെട്ടുറപ്പുള്ള നഗരങ്ങൾ ഉയർന്നു വരാൻ കാരണമായി. ഓരോ നഗരവും വലിയ ഭിത്തി കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നു. നമ്മുടെ പുതിയ കണ്ടെത്തലുകൾ പ്രകാരം 3200 BCE ആവുന്നതോടു കൂടിയാണ് എഴുത്തുവിദ്യകൾ ഈജിപ്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഈ കാലഘട്ടം പ്രീ ഡൈനാസ്റ്റിക് പീരിയഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യ സമയങ്ങളിൽ ഈജിപ്ത് 2 പ്രദേശങ്ങൾ, അതായത് അപ്പർ ഈജിപ്ത്, ലോവർ ഈജിപ്ത് എന്ന പേരുള്ള 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. മെനീസ് എന്നറിയപ്പെട്ടിരുന്ന രാജാവാണ് ഈ 2 പ്രദേശങ്ങളെയും ഒന്നിപ്പിച്ച് ഒറ്റ ഭരണത്തിന് കീഴിലാക്കിയത്. ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളോ ഊഹങ്ങളോ ഒന്നുമല്ല. നാമർ പാലറ്റ്സ് എന്നറിയപ്പെടുന്ന ലിഖിതങ്ങളിൽ നിന്ന് ഇതിന്റെ വ്യക്തമായ തെളിവുകളും ചരിത്രങ്ങളും പുതിയ ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സംഭവത്തിന് ശേഷം 2686 BCE മുതൽ 2180 BCE വരെ മെംഫിസ് നഗരമായിരുന്നു ഈജിപ്തിന്റെ തലസ്ഥാനം. ഈ കാലഘട്ടം ഓൾഡ് കിങ്ഡം പീരിയഡ് എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്തെ ഈജിപ്ഷ്യൻ ജനതയുടെ ആരാധനാ ദേവനായിരുന്ന ഹോറസിന്റെ അനുഗ്രഹത്താൽ സംരക്ഷണത്താൽ ഭരിക്കുന്നവരാണ് തങ്ങളെന്നായിരുന്നു ഈ രാജാക്കന്മാർ, അതായത് ഈജിപ്തിലെ രാജാക്കന്മാരായിരുന്ന ഫറവോമാർ സ്വയം അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ദൈവം ഭരണമേൽപ്പിച്ച ആളുകളായിട്ടാണ് രാജാക്കന്മാരെ ആ ജനതകൾ കണ്ടിരുന്നത്. നമ്മൾ ലോക ചരിത്രത്തിൽ പിൽക്കാലത്ത് വന്ന പല രാജവംശങ്ങളുടെ കാര്യം നോക്കിയാലും ഇതുപോലെ ദൈവമേൽപ്പിച്ച് ഭരണം നടത്തുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന നിരവധി രാജവംശങ്ങളെ കാണാൻ കഴിയുന്നതാണ്. ഫാൽക്കൺ ഗോഡ് ഹോറസ് എന്നറിയപ്പെടുന്ന ആകാശത്തിന്റെ ദേവനായിരുന്നു ഹോറസ്. പ്രാവിന്റെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള രൂപമായിരുന്നു ഹോറസ് ദേവിന് സങ്കല്പിച്ചിരുന്നതും. കൂടാതെ റാ എന്നറിയപ്പെടുന്ന സൂര്യദേവനെയും ഈജിപ്തുകാർ ആരാധിച്ചിരുന്നു. ഇതിന്റെ തെളിവായിട്ട് സൂര്യദേവന് വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങളും ഈജിപ്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളും ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. രാജാക്കന്മാരായിരുന്ന ഫറവോമാരായിരുന്നു ഈജിപ്തിന്റെയും അവിടെ നിലനിന്നിരുന്ന മതപരമായ വിശ്വാസങ്ങളുടെയും തലവൻ. പക്ഷെ ഫറവോ ഒറ്റയ്ക്കായിരുന്നില്ല വലിയ രാജ്യം ഭരിച്ചിരുന്നത്. ഫറവോയ്ക്ക് കീഴിൽ മറ്റു പല അധികാര വർഗങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഫറവോയ്ക്ക് താഴെ ഭരണം നിയന്ത്രിച്ചിരുന്നത് വൈസർമാരായിരുന്നു. ഈജിപ്തിലെ പ്രദേശങ്ങളെ 42 സ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ഈ സ്റ്റേറ്റുകളെ നോംസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇത്തരത്തിൽ ഓരോ സ്റ്റേറ്റുകളെയും ഓരോ നൊമാക്, അതായത് തലവന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അവർ ഫറവോമാർക്ക് കീഴിലുള്ള വൈസർമാർക്ക് കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഫറവോമാർക്ക് കീഴിൽ വൈസർമാരും അതിന് കീഴിൽ സ്റ്റേറ്റുകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭരണത്തിൽ തന്നെ വ്യത്യസ്ത തലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ തന്നെ സമൂഹ ജീവിതത്തിലും പല തരത്തിലുള്ള പല തട്ടുകളിലുള്ള ആളുകളെ ഈജിപ്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ കാണുന്ന പിരമിഡുകൾ പോലെ തന്നെയായിരുന്നു ഈജിപ്തിന്റെ സാമൂഹിക വ്യവസ്ഥയും. ഇവിടെ ഫറവോയ്ക്കാണ് ഉയർന്ന സ്ഥാനമുള്ളത്. ഫറവോമാരെ ദൈവതുല്യരായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അവരുടെ വാക്കാണ് നിയമം എന്ന കാര്യം നമ്മളിവിടെ മനസ്സിലാക്കുക. അതിന് താഴെ ഫറവോമാരെ ഭരണത്തിൽ സഹായിക്കുന്ന വൈസർ പോലുള്ള അധികാരവർഗം, അവർക്കും താഴെ 42ഓളം സ്റ്റേറ്റുകൾ ഭരിക്കുന്ന നൊമാക് എന്നറിയപ്പെടുന്ന വിഭാഗം ഉണ്ടായിരുന്നു. ചീഫ് ട്രഷറർ എന്നറിയപ്പെടുന്ന മറ്റൊരു പദവിയും ഈജിപ്തിൽ നിലനിന്നിരുന്നു എന്ന കാര്യം നമ്മൾ പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നികുതിയൊക്കെ പിരിക്കാനുള്ള അവകാശം ഈ ട്രഷറർക്കായിരുന്നു. ജനങ്ങൾ ധാന്യങ്ങൾ, പശുക്കൾ, തുണി, വെള്ളി തുടങ്ങിയവയായിരുന്നു നികുതിയായിട്ട് നൽകിയിരുന്നത്. ഈജിപ്തിൽ മതവിശ്വാസങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. അപ്പോൾ പുരോഹിതന്മാരും ഉണ്ടായിരിക്കുമെന്ന്
ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ദൈവം നിയോഗിച്ചവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഫറവോമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു ഈ പുരോഹിതന്മാർ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ഈജിപ്തുകാർക്ക് അവരുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. ഈ ചടങ്ങുകൾ നിർവഹിച്ചിരുന്നതും ഇതേ പുരോഹിതന്മാരായിരുന്നു. സമൂഹത്തിൽ അവർക്കുള്ള സ്ഥാനം അവിടെയായിരുന്നു. പുരോഹിതന്മാരുടെ പദവിയിലും താഴെയുള്ള ആളുകളായിരുന്നു സ്ക്രൈബ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഓഫീസ് കാര്യങ്ങൾ പോലുള്ളവ നടത്തുന്ന ഉദ്യോഗസ്ഥർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ധാന്യങ്ങൾ, ഭക്ഷണം എന്നിവയുടെ വിതരണം, നികുതി പിരിവ്, കോടതി കേസുകളെ പറ്റിയുള്ള വിവരണം, സൈനിക ചിലവുകൾ തുടങ്ങിയവയെല്ലാം എഴുതി സൂക്ഷിക്കുന്നവർ ഇവരായിരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഈജിപ്തുകാർ കൃത്യമായിട്ടുള്ള കണക്കുകൾ വെച്ചിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതാണ്ട് 6000-ലധികം വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ് ഇതെല്ലാം എന്ന് ചിന്തിക്കുമ്പോഴാണ് എത്രത്തോളം അത്ഭുതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ കഴിഞ്ഞു വരുന്ന മറ്റു വിഭാഗം ആളുകളുണ്ട്. ആർട്ടിസൻസ് എന്നാണ് ഇവരറിയപ്പെടുന്നത്. ഇവർ കൊത്തുപണികൾ ചെയ്യുന്ന ആളുകൾ, ചിത്രം വരയ്ക്കുന്ന ആളുകൾ, ആഭരണം നിർമ്മിക്കുന്ന ആളുകൾ, മൺചട്ടി നിർമ്മാതാക്കൾ എന്നിങ്ങനെയുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കരകൗശല വിദ്യയിൽ പ്രാവീണ്യം നേടിയ ആളുകളായിരുന്നു. ഇവർക്കും താഴെ വരുന്ന മറ്റൊരു വിഭാഗമുണ്ട്. പെസൻസ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർ തൊഴിലാളികളായിരുന്നു. ഈജിപ്തിലെ സമ്പന്നരായ കുടുംബങ്ങളെല്ലാം കർഷകർക്ക് കൃഷി ചെയ്യാൻ ഭൂമി കൊടുക്കുന്നത് ഒരു പതിവായിരുന്നു. പാട്ടത്തിനായിരുന്നു ഭൂമി കൊടുത്തിരുന്നത്. ഇത്തരത്തിൽ കൃഷി ചെയ്ത് സ്വന്തമാക്കുന്നതിൻ്റെ ഒരു ഭാഗം മുതലാളിക്ക് കൊടുക്കേണ്ടതാണ്. മറ്റു ഭാഗമായിരുന്നു ഈ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നത്. കൂടാതെ പിരമിഡുകൾ പോലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കാൻ ഇവരെയായിരുന്നു നിയോഗിച്ചിരുന്നത്. ശ്രദ്ധിക്കണം, പുതിയ പഠനങ്ങളും കണ്ടെത്തലുകളും പ്രകാരം അടിമകളെ ആയിരുന്നില്ല, പെസൻസ് എന്നറിയപ്പെടുന്ന വിഭാഗങ്ങളെയായിരുന്നു പിരമിഡുകളുടെ നിർമ്മാണത്തിന് നിയോഗിച്ചിരുന്നത്. അപ്പോൾ തോന്നുന്ന ഒരു സംശയം, ഈജിപ്തിൽ അടിമകൾ ഉണ്ടായിരുന്നില്ലേ എന്നാണ്. തീർച്ചയായിട്ടും അടിമകൾ ഉണ്ടായിരുന്നു. അതായത് സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലായിരുന്നു അടിമകൾ അഥവാ സ്ലേവ്സിന്റെ സ്ഥാനം. ഇവിടെ ചിന്തിക്കേണ്ടത്, അടിമകൾ ഉണ്ടാവണമെങ്കിൽ മനുഷ്യനെയാണ് വിൽക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതാണ്. അങ്ങനെ വിൽക്കണമെങ്കിൽ അവരെ വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാവണം, വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ കാണുന്നത് പോലെ തന്നെ ഈജിപ്തിലും അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അതിന്റെ തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ അടിമ കച്ചവടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രത്തോളം മനുഷ്യത്വമില്ലാത്ത കാര്യമാണെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. എന്നാൽ ആധുനിക മനുഷ്യരെന്ന് പറയുന്ന നമുക്കിടയിൽ പോലും, പല അറബ് രാജ്യങ്ങളിൽ പോലും അടിമ വ്യാപാരം നിരോധിച്ചത് 1960-കൾക്ക് ശേഷമായിരുന്നു എന്ന സത്യവും ഇപ്പോൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ വളരെ സിവിലൈസ്ഡ് ആയി ഇതെല്ലാം പ്രാകൃത മനുഷ്യൻ ചെയ്ത കാര്യമാണ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കണം, ഒന്ന് മനസ്സിലാക്കണം. നമുക്കിടയിലും വളരെ സമീപകാലത്ത് തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടന്നിരുന്നു. നമ്മൾ മുകളിൽ സൂചിപ്പിച്ച ഓൾഡ് കിങ്ഡം എന്നറിയപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെയായിരുന്നു പിരമിഡുകളുടെ നിർമ്മാണവും ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം ദ പിരമിഡ് ഏജ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിരമിഡുകൾ നിർമ്മിച്ചത് എന്ന കാര്യം പിരമിഡുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിരമിഡുകളുടെ ഉൾവശത്ത് രാജാക്കന്മാരെയും രാജ്ഞിമാരെയും അടക്കം ചെയ്യുന്നതോടൊപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കത്തി പോലുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങൾ തുടങ്ങിയവയെല്ലാം അവർ നിക്ഷേപിച്ചിരുന്നു. കൂടാതെ മൃതശരീരം അഴുകാത്ത വിധം പ്രിസർവ് ചെയ്തായിരുന്നു സൂക്ഷിച്ചിരുന്നത്. മമ്മി എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ആ ശവശരീരങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ ശരീരത്തെ മമ്മിഫിക്കേഷൻ നടത്താൻ ശരീരം കഴുകിയ ശേഷം ശരീരത്തിലെ പ്രധാന അവയവങ്ങളെയെല്ലാം പുറത്തെടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ ശരീരഭാഗങ്ങൾ പിന്നീട് നാട്രോൺ എന്നറിയപ്പെടുന്ന ഉപ്പ് പോലുള്ളൊരു വസ്തുവിൽ അവർ ഇട്ടുവെക്കുന്നു. അതിനുശേഷം അവയിൽ സുഗന്ധമുള്ള എണ്ണ പുരട്ടുകയാണ് ചെയ്യുന്നത്. ഓരോ അവയവവും ഓരോ ജാറുകളിലാക്കി സൂക്ഷിക്കുന്നു. ഹൃദയം മാത്രം ശരീരത്തിൽ അവശേഷിക്കുന്നു. അവയവങ്ങൾ പുറത്തെടുത്ത ശേഷം ശരീരം 70 ദിവസത്തോളമാണ് ഉപ്പിലിട്ട് വെക്കുന്നത്. ശരീരത്തിലെ ജലാംശം മുഴുവനായിട്ട് കളയാനാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കഴുകി സുഗന്ധമുള്ള എണ്ണ പുരട്ടുന്നു. ഈ മൃതശരീരത്തിൽ തുണി കൊണ്ട് ബാൻഡേജ് പോലെ ശരീരത്തിന് ചുറ്റും കെട്ടി വരിയുന്നു. ശേഷം പശ പോലുള്ള ഒരു വസ്തു ഈ തുണിക്ക് മുകളിൽ പുരട്ടുന്നു. അതിനുശേഷം ഈ ശരീരം വീണ്ടും തുണി കൊണ്ട് മുറുക്കി കെട്ടുന്നു. പിന്നീട് ശരീരത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ചെടുത്ത ഒരു ശവപ്പെട്ടിയിൽ മമ്മിയെ വെക്കുന്നു. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് മമ്മിഫിക്കേഷൻ എന്നറിയപ്പെടുന്ന മമ്മിയെ നിർമ്മിക്കുന്ന ഈ പ്രക്രിയ നടക്കുന്നത്. പിരമിഡുകളിൽ തന്നെ ഒരുപക്ഷെ പലരും കേട്ടിട്ടുള്ള ദി ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്നൊരു പിരമിഡ് ഉണ്ടാവും. പുരാതന കാലത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഏതാണ്ട് 2500 BC-യിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഗുഫു എന്നറിയപ്പെടുന്ന ഒരു ഫറവോയുടെ ശവകുടീരമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം നിർമ്മിതികൾ കണ്ടെത്തിയപ്പോൾ തന്നെ ഇവ പഴയ കാലത്ത് ഇത്രത്തോളം വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ന ചിന്ത ഗവേഷകരിൽ വന്നിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കണ്ടെത്തലുകൾ പ്രകാരം ഏകദേശം 20 വർഷത്തോളം സമയമെടുത്ത് 1 ലക്ഷത്തോളം തൊഴിലാളികൾ ചേർന്നിട്ടായിരിക്കാം ഗിസ പിരമിഡ് നിർമ്മിച്ചിട്ടുണ്ടാവുക. 23 ലക്ഷം ചുണ്ണാമ്പ് കല്ലുകളാണ് ഗിസ പിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ മാർബിൾ, വലിയ ഇഷ്ടികകൾ തുടങ്ങിയവയും പിരമിഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത്തരം കട്ടകളെല്ലാം നദീജലത്തെ ചാല് കീറി ദിശ മാറ്റി ബോട്ടുകളിലൂടെയെല്ലാം ആയിരിക്കാം
ഇത്തരം കട്ടകൾ, വലിയ കട്ടകൾ, ഭാരമുള്ള കട്ടകൾ പണിസ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം ചതുരാകൃതിയിലുള്ള തറയായിരിക്കും പണിയുക. പിന്നീട് ഓരോ ലെയർ പണിയുന്നതനുസരിച്ചും കട്ടകൾ വെക്കാൻ പിരമിഡിനോടൊപ്പം ഒരു ചരിവും കൂടി പണിയാണ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് കട്ടകൾ കൊണ്ടുപോയി ഉയരങ്ങളിലേക്ക് വെക്കുന്നത്. 30-ലധികം തൊഴിലാളികൾ ചേർന്നിട്ടായിരുന്നു ഓരോ വലിയ കട്ടയും വലിച്ചിഴച്ചുകൊണ്ട് പിരമിഡ് പണിഞ്ഞത്. ഇങ്ങനെ ഓരോ കട്ടയും വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ലെയറും വെക്കുന്ന സമയത്ത് ചുണ്ണാമ്പുകൾ തേക്കുന്നതാണ്. ഇങ്ങനെ അതിവിദഗ്ധമായിട്ടായിരുന്നു ഓരോ പിരമിഡും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈജിപ്തിലെ പിരമിഡുകൾ തല ഉയർത്തി നിലകൊള്ളുന്നത്. 3000, 4000, 5000 വർഷങ്ങൾക്ക് മുന്നേ ഒന്നും മോഡേൺ ചികിത്സ ഇല്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പണ്ട് കാലഘട്ടങ്ങളിൽ ആയുർദൈർഘ്യം കുറവായിരുന്നതിനാൽ പുതിയ രാജാക്കന്മാർ ജനിക്കുമ്പോൾ തന്നെ, രാജകുമാരന്മാർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട പിരമിഡുകളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ടാവണം. എന്ത് തന്നെ ആയാലും പിരമിഡുകളും മമ്മികളും തന്നെ ആയിരിക്കും ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ മമ്മിഫിക്കേഷൻ എന്ന് പറയുന്നത്, മുകളിൽ പറഞ്ഞ കാര്യം വെറും ഒരു മതപരമായ ചടങ്ങ് മാത്രമായിരുന്നില്ല. ഈ പ്രക്രിയ വഴി മനുഷ്യ ശരീരത്തെക്കുറിച്ചും പലതരത്തിലുള്ള പ്രകൃതിദത്ത പ്രിസർവേറ്റീവ്സിനെ കുറിച്ചുള്ള അറിവുകളെല്ലാം തന്നെ ഈജിപ്തുകാർക്ക് ലഭിച്ചിരുന്നു. മനുഷ്യ ശരീരം കേടുകൂടാതെ യുഗങ്ങൾ താണ്ടാൻ എന്തു ചെയ്യും എന്നുള്ള ചിന്തയിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു കുന്തിരിക്കം പോലുള്ള വസ്തുക്കളുടെ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മനസ്സിലാക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ സഹായിച്ചത്. അതായത് ഇത്തരം പരീക്ഷണങ്ങളും മരുന്ന് കണ്ടെത്താനുള്ള മറ്റ് ശ്രമങ്ങളും മനുഷ്യ ശരീരം കീറി മുറിച്ചു നടത്തിയ ഗവേഷണങ്ങളും എല്ലാം അക്കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്തെ വളർച്ചയ്ക്ക് പോലും വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്തിരുന്നു. മമ്മിഫിക്കേഷനെ കുറിച്ച് അന്നത്തെ കാലത്ത് എഴുതിയ പുരാതന ലിഖിതങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മമ്മിഫിക്കേഷൻ എങ്ങനെ നടന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. മുകളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഊഹാപോഹങ്ങളല്ല, കൃത്യമായിട്ട് മനുഷ്യൻ അന്നത്തെ കാലത്ത് റെക്കോർഡ് ചെയ്തു വെച്ച കാര്യങ്ങളാണ്. എബേഴ്സ് പാപ്പിറസ്, ദ എഡ്വിൻ സ്മിത്ത് പാപ്പിറസ് തുടങ്ങിയവ ഇതിന്റെ ഒരു ഉദാഹരണങ്ങളാണ്. മമ്മിഫിക്കേഷനെ കുറിച്ച് വ്യക്തമായി തന്നെ ഇത്തരം ലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലിഖിതങ്ങൾ എന്ന് ഞാൻ പലതവണ പറയുമ്പോൾ ഇതെല്ലാം കല്ലിൽ കൊത്തിയതാവും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ലിഖിതങ്ങളുടെ പേരിലെ പാപ്പിറസ് എന്ന വാക്ക് ശ്രദ്ധിച്ചവർക്ക് കാര്യം പിടികിട്ടി കാണും. പുരാതന ഈജിപ്തുകാർ കല്ലിൽ മാത്രമല്ല, പാപ്പിറസ് എന്ന ചെടിയുടെ തണ്ടിൽ നിന്നുണ്ടാക്കിയ ഷീറ്റുകളിലും ലിഖിതങ്ങൾ എഴുതി വെച്ചിരുന്നു. ഇത് ശരിക്കും പേപ്പറിനേക്കാൾ കട്ടി കൂടിയ ഒരു വസ്തുവാണ്. എന്നാൽ പേപ്പർ പോലെ തന്നെ നമുക്ക് റോൾ ചെയ്യാം. പാപ്പിറസ് എന്ന ചെടി നൈൽ നദിയുടെ തീരത്ത് തന്നെ ധാരാളം വളരുന്ന ഒരു ചെടിയായിരുന്നു. അവയുടെ തണ്ട് മുറിച്ച് നീളത്തിൽ നേർത്ത കഷ്ണങ്ങളാക്കി ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ ഈ തണ്ടുകൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് മാറുന്നതാണ്. അതിനുശേഷം തലങ്ങനെയും വിലങ്ങനെയും ഈ ചീളുകൾ ചേർത്ത് അതിന് മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും വസ്തു വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോയി പരസ്പരം ഒട്ടി ഒരു ഷീറ്റിന്റെ രൂപം കൈവരുന്നതാണ്. അവസാനമായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക ചെയ്തു കഴിഞ്ഞാൽ പായ പോലെ, പേപ്പർ പോലെ ഈ ഷീറ്റ് റെഡിയായിട്ട് മാറുന്നതാണ്. അതിന് മുകളിൽ കറുപ്പും വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള മഷികൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവർ എഴുതിയിരുന്നത്. ചുവപ്പ് മഷി, റെഡ് ഓക്സൈഡ് കൂടുതലുള്ള കാവി മണ്ണ് ഉപയോഗിച്ചുമായിരുന്നു ഇവർ നിർമ്മിച്ചിരുന്നതും. ഈജിപ്തിലെ വരണ്ട കാലാവസ്ഥ കാരണം തന്നെ ഇത്തരം പാപ്പിറസ് എഴുത്തുകളിൽ ചിലതെങ്കിലും നശിക്കാതെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിച്ചത്. സാധാരണ പെട്ടെന്ന് നാശം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് പേപ്പർ പോലുള്ള വസ്തുവിൽ എഴുതിയ ഇത്തരം ലിഖിതങ്ങൾ. എന്നാൽ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥ മൂലം കുറച്ചെല്ലാം നമുക്ക് കിട്ടിയത് വലിയ അനുഗ്രഹമായി മാറി എന്ന് തന്നെ പറയാം. പുരാതന ഈജിപ്തുകാർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി ഹൈറോഗ്ലിഫിക്സ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ ലിപിയുടെ ചിത്രം ഞാൻ കാണിക്കാം. ഇതിലെ ചിഹ്നങ്ങളൊന്നും നോക്കൂ. പക്ഷിയുടെ ചിഹ്നം, മനുഷ്യന്റെ, പിന്നെ പാത്രങ്ങൾ, സിംഹം പോലുള്ള മൃഗങ്ങളുടെ ചിഹ്നങ്ങൾ, ഇങ്ങനെ സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഹൈറോഗ്ലിഫിക്സ് എഴുതുന്നത്. ഈ ഹൈറോഗ്ലിഫിക് ലിപി ഇടത്ത് നിന്ന് വലത്തോട്ടും വലത്ത് നിന്ന് ഇടത്തോട്ടും വായിക്കാൻ പറ്റുന്നതാണ്. പല സ്ഥലത്ത് നമ്മൾ കാണുക ഇടത്തോട്ട് വായിക്കാൻ പറ്റുന്നത് എന്നായിരുന്നു. എന്നാൽ അതൊരു തെറ്റായ അറിവ് മാത്രമാണ്. ശരിക്കും ഇതിലുള്ള ചിഹ്നങ്ങളുടെ ദിശ അനുസരിച്ചാണ് ഇത് വായിച്ചെടുക്കുന്നത്. ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ലിഖിതത്തിൽ പക്ഷികളും മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുന്നതും ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ 1799 ഫ്രഞ്ച് ആർമി ഈജിപ്തിനെ ആക്രമിക്കുന്ന സമയത്ത് റൊസേട്ട എന്ന പേരുള്ള പട്ടണത്തിൽ നിന്ന് ഒരു ലിഖിതം കിട്ടിയ കാര്യം പറഞ്ഞതാണ്. ഇത് റൊസേട്ട സ്റ്റോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതുപയോഗിച്ച് 1822 ജീൻ ഫ്രാൻകോളിസ് കമ്പോലിയൻ എന്ന ഫ്രഞ്ച് ഗവേഷകൻ ഹൈറോഗ്ലിഫിക്സ് വായിച്ചെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈജിപ്തോളജിയുടെ ഗവേഷണത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറിയതും. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുവരെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ലിപികൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പോഴും കാണാമറയത്ത് കിടക്കുകയാണ്. ഏതാണ്ട് 2000-ഓളം ചിഹ്നങ്ങൾ ഈ ലിപിയിൽ നിന്നും, അതായത് ഈജിപ്തിലെ ലിപിയിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു എന്ന കാര്യം ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പിരമിഡുകൾ പോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ മറ്റൊരു നിർമ്മിതിയാണ് സ്ഫിങ്സ് ഓഫ് ഗിസ അല്ലെങ്കിൽ ഗ്രേറ്റ് സ്ഫിങ്സ്.
മനുഷ്യന്റെ മുഖവും സിംഹത്തിന്റെ ഉടലുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശില്പമാണിത്. 73 മീറ്റർ നീളവും 20 മീറ്റർ ഉയരവുമുണ്ട് ഈ ശില്പത്തിന്. ഫറവോ കഫ്രയ്ക്ക് വേണ്ടി 2600 BC-യിൽ നിർമ്മിച്ചതാണ് ഈ ശില്പം. ഫറവോമാരുടെ ശവകുടീരങ്ങളും പിരമിഡുകളും സംരക്ഷിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ഗവേഷകരുടെ അഭിപ്രായം. ഈജിപ്തിലെ അന്നത്തെ ജനതയുടെ മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ജനത കര വഴിയും കടൽ വഴിയും മറ്റ് പ്രദേശങ്ങളിലേക്കും ദൂരപ്രദേശങ്ങളിലേക്കുമെല്ലാം കച്ചവടങ്ങളും നടത്തിയിരുന്നു. ഇന്നത്തെ സുഡാന്റെ ഭാഗമായ നുബിയ, ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ അന്റോലിയ, ലെവന്റ് എന്നീ പ്രദേശങ്ങളിലേക്ക് കരവഴി വ്യാപാരം നടത്തിയതിനുള്ള തെളിവുകൾ ലഭ്യമാണ്. റെഡ് സീ, മെഡിറ്ററേനിയൻ എന്നിവിടങ്ങളിലൂടെ ആയിരുന്നു ഇവരുടെ കടൽ വഴിയുള്ള വ്യാപാരം. ലിനൻ വസ്ത്രങ്ങൾ, ധാന്യങ്ങൾ, പാപ്പിറസ്, നമ്മൾ മുകളിൽ കണ്ട പേപ്പർ പോലുള്ള വസ്തു മുതലായവയായിരുന്നു ഈജിപ്തിൽ നിന്ന് പുറം നാടുകളിലേക്ക് കയറ്റി അയച്ചിരുന്ന വസ്തുക്കൾ. മരത്തടി, സുഗന്ധ വ്യഞ്ജനങ്ങൾ, വിലപിടിപ്പുള്ള കല്ലുകൾ, കോപ്പർ പോലുള്ള ലോഹങ്ങൾ, സിംഹം, ജിറാഫ്, പുള്ളിപ്പുലി പോലുള്ള മൃഗങ്ങൾ എന്നിവയെല്ലാം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഈജിപ്തുകാർ ഈജിപ്തിലേക്ക് ഇറക്കുമതിയും ചെയ്തിരുന്നു. മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ഈജിപ്തുകാർക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള മുത്തുകളെല്ലാം മെസോപ്പൊട്ടോമിയയിൽ നിന്ന് ഈജിപ്തുകാർ ഈജിപ്തിലേക്ക് വ്യാപാരം നടത്തിയതിനുള്ള തെളിവുകൾ ഇന്നും ലഭ്യമാണ്. ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദ ജേണൽ ഓഫ് ദി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സുമേറിയൻ കണക്ഷൻസ് വിത്ത് ആൻഷ്യന്റ് ഇന്ത്യ എന്ന ലേഖനത്തിൽ വായിക്കാൻ ഇടയായിട്ടുണ്ട്. ആ ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നാൽ സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ഈജിപ്തുകാർക്ക് നേരിട്ട് വ്യാപാര ബന്ധമുള്ളതായിട്ട് തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല. ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈജിപ്തുകാരുടെ അന്നത്തെ കാലത്തുള്ള വസ്ത്രധാരണത്തെ പറ്റി പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷ് ഗവേഷകനായിരുന്ന സർ ഫ്ലിൻഡേഴ്സ് പെട്രിക്ക് 1913 ഇന്നത്തെ കെയ്റോ നഗരത്തിനടുത്തുള്ള ടർക്കാനിൽ നിന്ന് ഒരു അഴുക്ക് പിടിച്ച പഴയ തുണിക്കെട്ട് ലഭിച്ചിരുന്നു. ആ സമയത്ത് ഈ തുണിക്കെട്ട് അത്ര പ്രാധാന്യത്തോടെ ഗവേഷകർ കണക്കാക്കിയിരുന്നില്ല, ഗവേഷണ വിധേയമാക്കിയിരുന്നില്ല. പിന്നീട് 1977 ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലെ ഗവേഷകർ ഈ തുണിക്കെട്ട് പരിശോധിക്കുകയും ഇതിന് 5000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ വസ്ത്രങ്ങളാണ് എന്നും അവർ തിരിച്ചറിയാണ്. ഇത്രത്തോളം പഴക്കമുള്ള തുണി 5000 വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏറെക്കുറെ അസംഭവ്യമാണ്. കാരണം തുണി പോലുള്ള വസ്തുക്കൾ പെട്ടെന്ന് നശിക്കുന്നതാണ്. എന്നാൽ ആഫ്രിക്കയിലെ വരണ്ട കാലാവസ്ഥ കാരണമായിരിക്കണം അവയിൽ ചിലത് നശിക്കാതെ കിട്ടിയിട്ടുണ്ട്. ഈ തെളിവുകളിൽ നിന്നുമാണ് ലിനൻ വസ്ത്രങ്ങളായിരുന്നു ഈജിപ്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. ഫ്ലക്സ് പ്ലാന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ ചണ എന്നറിയപ്പെടുന്ന ചെടിയിൽ നിന്നുമാണ് ലിനൻ തുണികൾ നിർമ്മിച്ചിരുന്നത്. നൈൽ നദിയുടെ തീരത്ത് തന്നെ ഇത്തരം ഫ്ലാക്സ് പ്ലാന്റുകൾ ധാരാളമായിട്ട് വളർന്നിരുന്നു. അതായത് കൃഷി, വ്യാപാരം എന്നിവ മാത്രമല്ല, ഈജിപ്തുകാരുടെ ജീവിത രീതിയും വസ്ത്രധാരണത്തെയും പോലും നൈൽ നദി വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്ന കാര്യമാണ് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. BC 2200 നൈൽ നദിയിൽ വലിയ വരൾച്ച വരുന്നുണ്ട്. അതുമൂലം ഓൾഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന രാജവംശങ്ങളുടെ കാലഘട്ടത്തിന്റെ ഏതാണ്ട് അവസാനമായിട്ട് മാറുകയാണ്. ആ സമയത്തെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും ഓൾഡ് കിങ്ഡത്തിന്റെ ഈ തകർച്ചയെക്കുറിച്ചുമെല്ലാം ദ ആർക്കിയോളജി ആൻഡ് ആർട്ട് ഓഫ് ആൻഷ്യന്റ് ഈജിപ്ത് എന്ന പുസ്തകത്തിൽ ഈജിപ്ഷ്യൻ നരവംശ ശാസ്ത്രജ്ഞനായ ഫെക്രിയെ ഹസൻ ഡ്രോഡ്സ് ഫെമൈൻ ആൻഡ് ദി കൊളാപ്സ് ഓഫ് ദി ഓൾഡ് കിങ്ഡം എന്ന എസ്സേയിൽ പറയുന്ന ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുതൽ വായിക്കാവുന്നതാണ്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യവുമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ സമയത്ത് തന്നെയാണ് സിന്ധു നദീതട സംസ്കാരവും കാലാവസ്ഥാ മാറ്റം മൂലം ഭാഗികമായെങ്കിലും നശിക്കാൻ തുടങ്ങിയത്. ഈ കാര്യം സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിഭാസം, കാലാവസ്ഥാ മാറ്റം ഇവിടെയും വില്ലനായി, ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും വില്ലനായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈജിപ്തിൽ നിലനിന്നിരുന്ന പല സ്റ്റേറ്റുകളെയും ഒന്നിപ്പിച്ചുകൊണ്ടായിരുന്നു ഓൾഡ് കിങ്ഡം നിലനിന്നിരുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം മുൻപുണ്ടായിരുന്ന നോംസ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൈവരുകയാണ്. കാരണം പ്രധാന രാജാവില്ല, രാജാവിന്റെ അധികാരങ്ങൾ ക്ഷയിച്ചിരിക്കുകയാണ്. രാജവംശങ്ങളെല്ലാം നിലനിന്ന് പോന്നിരുന്നത് കാർഷിക വിളയിൽ നിന്നുമൊക്കെ കിട്ടുന്ന നികുതിയിൽ നിന്നുമായിരുന്നു എന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ്. വരൾച്ച വന്നു, കർഷകർ പട്ടിണിയിലായി, നികുതി നിലച്ചു. ഇതാണ് രാജവംശത്തിന്റെ ശക്തി കുറയാൻ കാരണമായത്. ഇങ്ങനെ രാജവംശത്തിന്റെ ശക്തി കുറഞ്ഞു വന്നാൽ നോംസ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റുകൾക്ക് കൂടുതൽ അധികാരം കൈവരുന്നതാണ് എന്നത് മാത്രമല്ല, അവർ സ്വയം ഭരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. കാരണം നോംസ് ഭരിച്ചിരുന്നത് നൊമാർക്ക് എന്നറിയപ്പെടുന്ന ചില ആളുകളായിരുന്നു. അത്തരം നേതാക്കൾ ഈ സമയം അധികാരം തട്ടിയെടുക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണ്. ഈ ചെറിയ സമയത്തെ ഇന്റർമീഡിയറ്റ് പീരിയഡ് എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടം പക്ഷെ ഒരുപാട് നീളുന്നില്ല. മെൻഡുഹോഡപ്പ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫറവോ സ്റ്റേറ്റുകൾ ഭരിച്ചിരുന്ന ചെറിയ ഭരണാധികാരികളെ തോൽപ്പിച്ച് വീണ്ടും ഈജിപ്തിന്റെ ഭരണം ഒരൊറ്റ ഫറവോയുടെ കീഴിലാക്കി കൊണ്ടുവരുന്നുണ്ട്. തെബീസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ പുതിയ തലസ്ഥാനമാക്കി ഭരണം പുനരാരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തെ പറയുന്ന പേരാണ് മിഡിൽ കിങ്ഡം.
ഇത് ഗവേഷകർ ഓരോ കാലഘട്ടത്തെയും തിരിച്ചറിയാൻ എളുപ്പത്തിന് വേണ്ടി കൊടുത്ത പേരുകളാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അല്ലാതെ ഈജിപ്തുകാർ ഈ കാലഘട്ടത്തെ ഒന്നും തരംതിരിച്ച് പേരുകൾ കൊടുത്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ എന്തായാലും BCE 2030 മുതൽ BCE 1650 വരെ മിഡിൽ കിങ്ഡം നിലനിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിന് അവസാനമാവുന്നത് ഇന്നത്തെ ഇസ്രായേൽ, ജോർദാൻ, ലെബനൻ ഒക്കെ ഉൾപ്പെടുന്ന ലെവന്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്ന് BCE 1782 ഹിക്സോസ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രം ഈജിപ്ത് ആക്രമിക്കുകയും ഈജിപ്തിന്റെ വടക്ക് ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ്. ഈജിപ്തിന്റെ കിഴക്ക് പ്രദേശത്ത് നിന്നുമാണ് അവരെത്തിയത്. കുതിരകളെ ഉപയോഗിച്ചുള്ള രഥങ്ങളും അന്നത്തെ കാലത്തെ വളരെ ആധുനികമായ ആയുധങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എന്തായാലും ഹിക്സോക്സിന്റെ അല്ലെങ്കിൽ ഹൈക്സോക്സിന്റെ ഈ ആക്രമണത്തോടെ മിഡിൽ കിങ്ഡം എന്ന കാലഘട്ടം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നു. 1650 മുതൽ 1550 BC വരേക്കും ഹൈക്സോക്സ് വംശം ഈജിപ്തിന്റെ വടക്കു ഭാഗങ്ങൾ ഭരിച്ചു. പക്ഷേ ഈജിപ്തിന്റെ തെക്ക് ഭാഗങ്ങൾ, അതായത് അപ്പർ ഈജിപ്ത്, അപ്പോഴും തെബൂസ് ആസ്ഥാനമാക്കി ഈജിപ്ഷ്യൻ രാജവംശങ്ങൾ സ്വാധീനം ഉറപ്പിച്ചിരുന്നു. ഫറവോ അഹമോസ് ഒന്നാമൻ എന്നറിയപ്പെടുന്ന രാജാവ് ഹൈക്സോസിനോട് തോൽക്കാൻ തയ്യാറാവാതെ തന്റെ നഷ്ടരാജ്യത്തെ തിരിച്ചു പിടിക്കാൻ തുനിഞ്ഞിറങ്ങി. അവരോട് അദ്ദേഹം പോരാടുകയും വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ലോവർ ഈജിപ്തും അപ്പർ ഈജിപ്തും ഒന്നായി. BCE 1550 BCE 1070 വരെ നീണ്ടു നിന്നിരുന്ന ഈ കാലഘട്ടം ന്യൂ കിങ്ഡം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. BCE 1479 ഹഷേസുപ്റ്റ് എന്ന സ്ത്രീ ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് മാറുന്നുണ്ട്. ഇതിനു മുന്നേ ഉള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളെല്ലാം പുരുഷനൊപ്പം സഹഭരണാധികാരികളായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈജിപ്തിന്റെ ഫറവോ ആയിരുന്ന തുത്മോസ് രണ്ടാമന്റെ, അതായത് അവരുടെ ഭർത്താവിന്റെ മരണശേഷം ഹഷേസ്പുത്ത് എന്ന സ്ത്രീ സ്വയം ഈജിപ്തിന്റെ ഫറവോ ആയിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതവിടെ പക്ഷെ വലിയ വിവാദമൊന്നും ആവുന്നില്ല. കാരണം ഈജിപ്ഷ്യൻ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള പ്രാധാന്യം ലഭിച്ചിരുന്നു. അവരെ തുല്യരായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അവർക്ക് ഭരണത്തിൽ വരാൻ മാത്രമല്ല, പുരുഷനോടൊപ്പം സ്വത്തിലും തുല്യ അവകാശമെല്ലാം ഉണ്ടായിരുന്നു. ന്യൂ കിങ്ഡം എന്നറിയപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഗവേഷണങ്ങൾ കൃത്യമായിട്ട് കണക്കാക്കിയാൽ BCE 1332 ടൂട്ടൻ ഖാമുൻ എന്ന ഫറവോ ഈജിപ്തിൽ അധികാരമേറ്റിരുന്നു. അധികാരമേൽക്കുമ്പോൾ ഫറവോയ്ക്ക് 9 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിന്നീട് 10 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശവകുടീരം ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ ഹൊവാർഡ് കാർട്ടർ 1922 കണ്ടെത്തിയിരുന്നു. സ്വർണം കൊണ്ടുള്ള ശവപ്പെട്ടികളടക്കം വളരെ ആഡംബരം നിറഞ്ഞ ഒരു ശവകുടീരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ തൂത്തൻ ഖാമുന്റെ കല്ലറകൾ എക്കാലത്തും ജനങ്ങളിൽ കൗതുകമുണർത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഈ കല്ലറയെക്കുറിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഈ കല്ലറയെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന കാര്യം ദയവായിട്ട് കമന്റിൽ അറിയിക്കുക. എന്തായാലും പിന്നീട് കാലക്രമേണ വലിയൊരു സാമ്രാജ്യത്തെ നിലനിർത്തുന്നതിൽ പിൻഗാമികൾ പരാജയപ്പെട്ടത് മൂലം വീണ്ടും ഈജിപ്തിലെ രാജവംശങ്ങൾക്ക് കീഴിലുള്ള ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ സ്വയം ഭരണത്തിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇന്റർമീഡിയറ്റ് കിങ്ഡം എന്നറിയപ്പെട്ട സ്റ്റേറ്റുകൾ സ്വയം ഭരിക്കുന്ന കാലഘട്ടം വീണ്ടും വന്നിട്ടാണ്. പിന്നീട് BCE 300 ആയപ്പോഴേക്കും അലക്സാണ്ടറുടെ ഗ്രീക്ക് ആക്രമണത്തോടെ ഈജിപ്ത് അലക്സാണ്ടർക്ക് കീഴിലാവുന്നുണ്ട്. ഗ്രീസ് മുതൽ പേർഷ്യ വരെ നീളുന്നതായിരുന്നു അലക്സാണ്ടറുടെ സാമ്രാജ്യം. അലക്സാണ്ടറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആർമി ജനറലുകൾ ഈ പ്രദേശങ്ങളെല്ലാം വീതിച്ചെടുത്ത് ഭരിക്കാൻ തുടങ്ങി. അത്തരത്തിൽ ടോളമി സോട്ടർ എന്നറിയപ്പെടുന്ന ആർമി ജനറൽ ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതായത് ഗ്രീക്ക് അധിനിവേശത്തോടെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം ഭാഗികമായി അവസാനിച്ചു എന്ന് പറയാം. ഗ്രീക്ക് ഭരണമായിരുന്നുവെങ്കിലും ഈജിപ്ഷ്യൻ സംസ്കാരവും ഭരണരീതിയുമായിരുന്നു ടോളമി രാജവംശം തുടർന്നു പോന്നിരുന്നത്. ഇത്തരത്തിൽ ടോളമി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ക്ലിയോപേട്ര. BCE 51 മുതലാണ് ക്ലിയോപേട്ര ഈജിപ്ത് ഭരിക്കുന്നത്. ക്ലിയോപേട്രയുടെ പേര് പറയുമ്പോൾ തന്നെ ജൂലിയസ് സീസർ ഭരിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. ജൂലിയസ് സീസറിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ വളർത്തുമകനായ ഒക്ടോവിയൻ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് മാറി. ഒക്ടോവിയനോടൊപ്പം തന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു മാർക്ക് ആന്റണി. എന്നാൽ മാർക്ക് ആന്റണി ക്ലിയോപാട്രയ്ക്കൊപ്പം ചേരുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ക്ലിയോപാട്രയ്ക്ക് അധികാരം നിലനിർത്താനും സംരക്ഷിക്കാനും റോമൻ സാമ്രാജ്യത്തിലെ കരുത്തനായ നേതാവിന്റെ സഹായം ആവശ്യമായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ഒക്ടോവിയന് മാർക്ക് ആന്റണിയോട് എതിർപ്പായിരുന്നു. ഒക്ടോവിയൻ രാജാവാണ്, മാർക്ക് ആന്റണി പ്രധാനപ്പെട്ട ഒരാളാണ്. മാർക്ക് ആന്റണി സ്വാഭാവികമായിട്ടും റോമൻ സാമ്രാജ്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. പക്ഷേ ഈജിപ്ത് ഭരിച്ചിരുന്ന ക്ലിയോപേട്രയോട് പ്രണയത്തിലാവുകയും മാർക്ക് ആന്റണി അവരോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. എന്താണെങ്കിലും ഒക്ടോവിയന് ഈജിപ്ത് പിടിച്ചടക്കി റോമൻ സാമ്രാജ്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഒടുവിൽ ഒക്ടോവിയനും റോമൻ സാമ്രാജ്യത്തിന്റെ സൈന്യവും ക്ലിയോപേട്രയോട് ഈജിപ്തിനെ ആക്രമിക്കുന്നുണ്ട്. ഈ രണ്ട് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് റോമൻ സാമ്രാജ്യത്തിലെ കരുത്തുറ്റ നേതാവ് മാർക്ക് ആന്റണി പക്ഷേ ക്ലിയോപേട്രയോടൊപ്പം നിൽക്കുകയാണ്.
തൻ്റെ പ്രണയിനിയോടൊപ്പം നിൽക്കുകയാണ്. ബാറ്റിൽ ഓഫ് ആക്ടിയം എന്നാണ് ഈ യുദ്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ പക്ഷേ റോമൻ സാമ്രാജ്യം തന്നെ വിജയിക്കുന്നു. പ്രണയിനിക്കായി രാജ്യത്തെ എതിർത്ത് നിന്നിട്ടും തോൽവിയായിരുന്നു മാർക്ക് ആന്റണിക്ക് സംഭവിച്ചത്. ഇതോടെ ക്ലിയോപാട്രയും മാർക്ക് ആന്റണിയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതായത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പൂർണ്ണമായ പതനം അന്ന് നടക്കുകയാണ്. ഈജിപ്ത് പൂർണ്ണമായും റോമൻ സാമ്രാജ്യത്തിന് കീഴിലായി. ഈജിപ്ഷ്യൻ സംസ്കാരം അവസാനിച്ചു. പിന്നീട് അവിടെ വരുന്നത് റോമൻ സംസ്കാരമാണ്. പക്ഷെ ഇന്നും പിരമിഡുകളും മമ്മിയും ക്ലിയോപാട്രയും എല്ലാം പുരാതന ഈജിപ്തിനെ കുറിച്ച് ജനങ്ങളിൽ കൗതുകമുണർത്തുന്ന ചരിത്ര അവശേഷിപ്പുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അടുത്തതായിട്ട് നമ്മുടെ ജീവിതം 1% മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന കാര്യം നിർബന്ധമായിട്ടും കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ ഇത്ര സങ്കീർണമായ ചരിത്രം അടുക്കും ചിട്ടയോടും കൂടി അവതരിപ്പിക്കണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാവും എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് കരുതുകയാണ്. അതുകൊണ്ട് പരമാവധി പേരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.